സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കെവിനും ഇസബെല്ലെ എല്ലാവരും ചേർന്ന് നന്ദനെ വെറും വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും നന്ദൻ ദേവികയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അതുപോലെ സിദ്ധാർത്ഥനും ഗിരീഷിനെല്ലാം സത്യങ്ങൾ അറിഞ്ഞു എന്ന് കേട്ടതും കെവിനാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഋഷിയുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി ഋഷിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ അരുന്ധതി ഡോറ് തുറക്കുമ്പോൾ കെവിനാന്ന് കണ്ടിട്ട് അരുന്ധതിക്ക് അവനെ കാണുമ്പോൾ അത്ര ഇഷ്ടമൊന്നും തോന്നണില്ലെങ്കിലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഡോറ് തുറന്നിട്ട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞ് കെവിൻ അകത്ത് കയറിയതും ഡോർ അടയ്ക്കുന്നുണ്ട്. പിന്നീട് എന്താ കെവിൻ എന്ന് ചോദിക്കുമ്പോൾ അത് ആൻറ്റി ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഋഷിയാണ് ഇത് കേട്ടുകൊണ്ട് മേളിൽ നിന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ കെവിനായിരുന്നോ? വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചു. എന്താടാ കെവിനെ വന്നതെന്ന് ചോദിക്കുമ്പം അതേ ഋഷി ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം എന്ന് ചോദിക്കുമ്പം നന്ദൻ സത്യങ്ങളെല്ലാം ദേവികയോട് പറഞ്ഞെന്ന് പറയുന്നു. അത് കേട്ടതും ഋഷി പറയുന്നുണ്ട്, എന്ത് നന്ദൻ സത്യങ്ങളൊക്കെ പറഞ്ഞു? അതെ നിന്നെ കൊന്നു എന്നുള്ള കാര്യം നന്ദൻ വീട്ടുകാരോടൊക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ മതിയാക്കാന്ന്. അപ്പം നീ കേട്ടില്ലല്ലോ. ഇനി വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിനക്കറിയോ? എന്തായാലും ദേവിക ഇത് അടങ്ങിയിരിക്കുമെന്നൊന്നും തോന്നണില്ല. നന്ദൻ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ നന്ദനെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്നും തോന്നണില്ല. അവൾ കേസുമായി മുന്നോട്ട് പോകും. അതിനെന്താ കുഴപ്പം? അവൾ കേസുമായി മുന്നോട്ട് പോട്ടെ. അപ്പോൾ നന്ദൻ ജയിലിലാവുമല്ലോ എന്ന് പറയുമ്പം അതെങ്ങനെയാടാ നന്ദൻ ജയിലിലാവണേ? കേസുമായി മുന്നോട്ട് പോയാൽ നാടടച്ചുള്ള ഒരു കേസന്വേഷണമായിരിക്കും നടക്കണേ. അപ്പോൾ പോലീസിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറയുമ്പോൾ പോലീസിന് എന്ത് കാര്യം മനസ്സിലാവാനാ? നന്ദൻ സ്വയം കുറ്റമേറ്റില്ലേ, പിന്നെ അവനെ ശിക്ഷിക്കുകയല്ലേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ഒരാൾ കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അയാളെ പെട്ടെന്ന് തന്നെ കോടതി ജയിലിലേക്ക് പറഞ്ഞയക്കുകയല്ല ചെയ്യണേ. അതിനെക്കുറിച്ച് എല്ലാ രീതിയിലും അന്വേഷണം നടത്തും. അതിനുവേണ്ട സാക്ഷികളെയും തെളിവുകളെയും കിട്ടിയിട്ടാണ് കോടതി ശിക്ഷിക്കണമെന്ന് പറയുമ്പം ഈ ഋഷി പറയുന്നുണ്ട്, എന്തായാലും കോടതി ശിക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നന്ദൻ കൊലക്കേസിൽ പ്രതിയാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ദേവിക അവനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, അത് നമ്മൾ വിചാരിക്കണ പോലെ നടന്നോളണമെന്നൊന്നുമില്ല ഋഷി. എന്തായാലും നന്ദൻ തെറ്റുകളെല്ലാം അവളോട് ഏറ്റു പറഞ്ഞില്ലേ, ആ സമയത്ത് അവൾക്ക് അവനോട് സഹതാപം തോന്നും. പിന്നീട് അവൾ എന്തായാലും അവനെ വിട്ടു പോകില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അവൾക്ക് സഹതാപം തോന്നുന്നില്ല എന്ന് പറയുന്ന സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ആൻറ്റി പറഞ്ഞതുപോലെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടാന്ന്. അന്നേരം ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം കെവിൻ പറയുന്നുണ്ട്, എനിക്കൊരു പിടിയില്ല. എന്തായാലും കേസും കോടതിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാവരും അറിയും. പിന്നെ ഇതിൽ നിങ്ങൾ തന്നെയായിരിക്കും പ്രതിയാവണേ. ഏറ്റവും കൂടുതൽ കുറ്റം ഇതിനകത്ത് വരുന്നത് ഋഷിക്ക് തന്നെയായിരിക്കും എന്ന് അരുന്ധതി പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മയെന്ന് പറയുമ്പോൾ എന്തായാലും വേണ്ടില്ല, ഇതുവരെ നിങ്ങളോട് ഞാൻ പറഞ്ഞു അതിൽ നിന്നൊക്കെ പിന്മാറാൻ. നിങ്ങളത് കേട്ടില്ല. എന്തായാലും സത്യങ്ങളെല്ലാം ഞാൻ ഇന്ന് തന്നെ ദേവികയും പ്രഭാവതിയെ അറിയിക്കാം. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അവരത്ര വലിയ ദുഷ്ടരൊന്നുമല്ല. ഞാൻ ഇന്ന് തന്നെ എല്ലാ സത്യങ്ങളും പറഞ്ഞു മാപ്പ് പറയാം. അതോടുകൂടി ഈ പ്രശ്നം തീർന്നു കിട്ടും. ഇല്ലെങ്കിൽ ഇതിൽ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് ഋഷിയായിരിക്കും കേട്ടോ. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, അമ്മ സത്യങ്ങൾ ആരോടും പറയണില്ല. അമ്മ അങ്ങനെ സത്യങ്ങൾ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മരിച്ചിരിക്കും എന്ന് പറയുമ്പം ഈ അരുന്ധതി ഋഷിയുടെ നേരെ നോക്കുന്നുണ്ട്. എന്താ ഋഷി നീ പറയണേന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ, അമ്മ ദേവികയോടും പ്രഭാവതിയോടും സത്യങ്ങൾ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്യുന്നു. അത് കേട്ടതും അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി കെവിനോട് പറയുന്നുണ്ട്, കെവിൻ ഇവൻ എന്തൊക്കെയാണ് ഈ പറയണത്? എന്തായാലും പോലീസ് അന്വേഷിക്കുമ്പം നിൻ്റെ ബോഡി എവിടെയാണെന്ന് അന്വേഷിക്കില്ലേ? ആ സമയത്ത് നന്ദൻ പറയില്ലേ, നന്ദൻ കൊന്നേ ഉള്ളൂ, ബോഡി മറവ് ചെയ്തതൊന്നും നന്ദനല്ലാന്ന്. അങ്ങനെ നിങ്ങളെ എത്ര ഒറ്റ കൊടുക്കൂല എന്ന് പറഞ്ഞാലും പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ നന്ദന് സത്യം പറയേണ്ടി വരും. അങ്ങനെ കെവിനാണ് ബോഡി മറവ് ചെയ്തതെന്ന് പറയുമ്പം എന്തായാലും പോലീസിൻ്റെ അടുത്ത അന്വേഷണം കെവിന് നേരെയായിരിക്കും. കെവിനെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പം എന്തായാലും കെവിൻ ബോഡി മറവ് ചെയ്തത് അവിടെയാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ബോഡി നിങ്ങൾ നിലവിൽ മറവ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കാണിച്ചു കൊടുക്കണേ? അതോടുകൂടി സംശയം കെവിൻ്റെ നേരെ ആവുമെന്ന് പറഞ്ഞതും ഈ കെവിൻ പറയുന്നുണ്ട്, അത് മേഡം പറഞ്ഞത് നേരാ. എന്തായാലും ഞാനാ മറവ് ചെയ്തതെന്നേ നന്ദന അറിയുള്ളൂ. ഋഷി മരിച്ചിട്ടില്ല എന്ന് നന്ദന അറിയില്ല. അതുകൊണ്ട് തന്നെ നന്ദന അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പെടും. വഞ്ചനാകുറ്റത്തിൽ ഞാൻ അറസ്റ്റിലാവുകയും ചെയ്യുമെന്ന്. ആ സമയം അരുന്ധതി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം. ഇത്രയും നാളും ചന്ദ്രോത്തുള്ളവർ ഒരുപാട് മാനസികമായി സങ്കടപ്പെട്ടിട്ടുണ്ട്. അത് മതി മോനെ, ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. മനഃപൂർവ്വം അവരെ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല. നമ്മൾ അവരെ മനഃപൂർവ്വം ദ്രോഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞതും ഋഷി പറയുന്നുണ്ട്, ഇല്ലമ്മേ, എന്ത് സംഭവിച്ചാലും ഞാൻ പിന്നോട്ട് മാറില്ല. ചന്ദ്രോത്ത് തറവാട് നശിക്കണ വരെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്,
ഋഷി ആൻറ്റി പറയണതിലും കാര്യമുണ്ട്. ഇനിയും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ കുടുങ്ങാൻ പോണത് ഞാനും നീയും മാത്രമല്ല, ഇസബല്ലയുടെ പാപ്പനും എല്ലാവരും ഇതിൽ കുടുങ്ങുന്നു. അത് കേട്ടതും ഋഷി ഒന്ന് സമാധാനപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതീനെയാണ്. പ്രഭാവതി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്കൊരു കാറ് വരുന്നുണ്ട്. കാറ് വന്നതും ഇതാരായിരിക്കും ഇപ്പോൾ വന്നതെന്ന് വിചാരിച്ച് പ്രഭാവതി ഇറങ്ങി ചെല്ലുമ്പം അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഹരിയേട്ടനാണ്. ഹരിയേട്ടനെ കണ്ടതും പ്രഭാവതി ഹരിയേട്ടനായിരുന്നു, ഹരിയേട്ടൻ എപ്പോഴാണ് നാട്ടിലെത്തിയെന്ന് ചോദിക്കുമ്പം ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ, വരുന്ന വഴി ഇങ്ങോട്ടാണ് വന്നത്, എന്നെ സിദ്ധു വിളിച്ചിരുന്നു, സിദ്ധു അത്യാവശ്യമായിട്ട് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ സിദ്ധു എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഹരിയേട്ടൻ എങ്ങനെയെങ്കിലും നന്ദനെ രക്ഷിക്കണമെന്ന് പറയുമ്പം ഞാനങ്ങനെ കുറ്റവാളികളെ ആരെയും രക്ഷിക്കാറില്ല, നന്ദൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അതാണ് നിയമവ്യവസ്ഥയും ദൈവത്തിൻ്റെ കോടതിയിലും അത് തന്നെയാണ് ശരി, എന്തായാലും ഞാൻ നന്ദനോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. അങ്ങനെ പ്രഭാവതിനോട് പറയുന്നുണ്ട്. പ്രഭ ചെന്ന് നന്ദനെ ഒന്ന് വിളിച്ചുകൊണ്ടാണ്. നന്ദനെ വിളിക്കാനായിട്ട് പ്രഭാവതി റൂമിൽ ചെല്ലുമ്പം നന്ദനാണെങ്കിൽ വീണ്ടും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രഭാവതി നന്ദനോട് പറയുന്നുണ്ട് അവിടെ ഹരിയേട്ടൻ വന്നിട്ടുണ്ട്, ഹരിയേട്ടൻ പല കാര്യങ്ങളും നിന്നോട് ചോദിക്കുന്നതിനെല്ലാം സത്യസന്ധമായി നീ മറുപടി പറയണം, എന്നാലേ നിന്നെ ഇതിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അമ്മേ, ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്നെ പറഞ്ഞോളാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയാണ്. ഇസബല്ലയാണെങ്കിൽ ഇങ്ങനെ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നന്ദനും ദേവികയും തമ്മിൽ ഒന്നിക്കുമോ എന്നുള്ള ടെൻഷനിലാണ് ഇസബല്ല നിൽക്കണത്. ആ സമയത്ത് ഇസബല്ലയുടെ പാപ്പനെ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ബെല്ല, നീ ആകെ ടെൻഷനിലാണല്ലോ എന്ന് പറയുമ്പം അത് പാപ്പ വേറെ ഒന്നുമല്ല, നന്ദൻ ദേവികയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞല്ലോ, അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നോർത്തുള്ളൊരു ടെൻഷനിലാന്ന് പറയുമ്പോൾ ഈ DYSP പറയുന്നുണ്ട് അതിൽ സംശയമൊന്നുമില്ല, ദേവിക അങ്ങനെ ഒരു കുറ്റകൃത്യം മറച്ചു വയ്ക്കുന്ന ആളൊന്നുമല്ല, അവളെന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യത, അപ്പം പോലീസ് അന്വേഷണം ഉണ്ടാവും, അതിൽ നിന്ന് തന്നെ ഇത് കെട്ടിച്ചമച്ചൊരു കഥയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും, അപ്പോൾ അവിടെ പെടാൻ പോകുന്നത് നീയും കെവിനും ആയിരിക്കും, കൂടെ ഞാനും പെടുമെന്ന് പറഞ്ഞതും ഇസബല്ല പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമോ പാപ്പ, അവളത് ഒതുക്കി തീർക്കാനല്ലേ നോക്കോളൂ എന്ന് പറയുമ്പം ദേവികയെ സംബന്ധിച്ചിടത്തോളം ദേവിക നേരായ വഴിക്ക് പോകുന്ന ഒരു പെൺകുട്ടിയാണ്, അതുമാത്രമല്ല MLA-യുമാണ്, അതുകൊണ്ട് തന്നെ ഈ കേസ് അങ്ങനെ ഒതുക്കി തീർക്കാനൊന്നും ദേവിക ശ്രമിക്കില്ല, ദേവിക നിയമവഴിക്ക് തന്നെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ നീ നോക്കിക്കോ എന്ന് പറഞ്ഞതും ഇസബല്ല പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് വലിയ പ്രശ്നമാവൂല പാപ്പ, എൻ്റെയും കെവിൻ്റെയും പേര് ഉറപ്പായിട്ടും പുറത്തു വരും, ഋഷി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിനു വേണ്ടിയാണ് ഞങ്ങളിതൊക്കെ ചെയ്തതെന്നുള്ളൊരു ചോദ്യം വരും, പിന്നീട് നന്ദനും മനസ്സിലാവും ഞങ്ങളെല്ലാവരും ചേർന്ന് നന്ദനെ ചതിക്കുമായിരുന്നു എന്ന്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം പാപ്പാന്ന് ചോദിക്കുമ്പം DYSP പറയുന്നുണ്ട് ഇനി വേറെ മാർഗമൊന്നുമില്ല, ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം നന്ദനെയും ദേവികേനെയും അറിയിക്കുക. അത് കേട്ടതും ഇസബല്ല ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നാളും അവരെ ചതിച്ചതിന് അവർ ഞങ്ങളെ വെറുതെ വിടുമെന്ന് ചോദിക്കുമ്പം എന്തായാലും സത്യങ്ങൾ തുറന്നു പറയുക, അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ നന്ദനെയും കൊണ്ട് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ ഹരിനെ കണ്ടതും ഹരിയങ്കളോ എപ്പോഴാണ് വന്നേന്നൊക്കെ ചോദിച്ച് കുശലം ചോദിക്കുന്നുണ്ട്. അന്നേരം ഹരി ചോദിക്കുന്നുണ്ട് നന്ദ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിനക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പം അങ്കളെ എല്ലാത്തിനും ഞാൻ കൃത്യമായി തന്നെ മറുപടി പറയാം, നീ എങ്ങനെയാണ് ഋഷിയെ കൊന്നേന്ന് ചോദിക്കുന്നു. ആ സമയത്ത് നന്ദൻ ഈ ഋഷി ഇങ്ങനെ വരുന്ന വഴിക്ക് കെവിനും നന്ദനും കൂടി പോകുമ്പോൾ ഋഷിയെ കണ്ടതും കാറ് നിർത്തി ഇറങ്ങിയിട്ട് ഇനി അമ്മേനെ അപമാനിക്കാനും ഉപദ്രവിക്കാനും നിന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും അപ്പോൾ ഋഷി ഈ നന്ദനോട് മോശമായി പെരുമാറിയതും ആ സമയത്ത് നന്ദൻ തല്ലിയപ്പോൾ ഋഷി ബോധം കെട്ട് വീണതെല്ലാം പറയുന്നുണ്ട്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം പിന്നീട് ഞങ്ങൾ കുറേ വിളിച്ചിട്ടും ഋഷിക്ക് ബോധം തെളിഞ്ഞില്ല, പിന്നെ കെവിനാ പറഞ്ഞത് കെവിൻ്റെ പരിചയത്തിലൊരു ബിൽഡിംഗ് അവിടെയുണ്ട്, അവിടെ കൊണ്ടുപോയി കിടത്താമെന്ന്. അങ്ങനെ കെവിൻ തന്നെ വണ്ടി കയറ്റി ആ ഒരു കെട്ടിടത്തിൽ കൊണ്ടുപോയി കിടത്തി. അവിടെ കിടത്തിയിട്ട് ഞങ്ങൾ അവന് ബോധം തെളിഞ്ഞപ്പോൾ അവനോട് പോയിക്കോളാൻ പറഞ്ഞു, പക്ഷേ അവൻ പോകില്ല എന്ന് വാശി പിടിച്ച് നിന്നു. ചന്ദ്രോത്ത് തറവാട് നശിപ്പിച്ചിട്ട് അവൻ പിന്മാറുള്ളൂ എന്ന് പറഞ്ഞപ്പം എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അവിടെ ഇരുന്ന ഒരു വടി വെച്ച് അവൻ്റെ തലയ്ക്കടിച്ചു. ആ സമയം അവനക്ക് വീണ്ടും ബോധമില്ലാണ്ടായിപ്പോയി. ആ സമയത്ത് ഞാൻ കെവിനോട് പറഞ്ഞത് ആസ്പത്രി കൊണ്ടുപോകാമെന്ന്. അപ്പോൾ കെവിനാ പറഞ്ഞു ഇവിടെ കിടക്കട്ടെ, ബോധം തെളിയുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് വിടാമെന്ന്. അങ്ങനെ അവനെ അവിടെ ഇട്ടിട്ട് എന്നെ കെവിനും കൂടി പറഞ്ഞു വിടുകയും ചെയ്തു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം കെവിൻ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു ഋഷി മരിച്ചു എന്ന്. ആ സമയത്ത് ഹരിയേട്ടൻ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആ മരിച്ച ബോഡി കാണാൻ നന്ദൻ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ല എങ്കിലേ ഞാൻ പോയില്ല, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ കെവിൻ അതിന് സമ്മതിച്ചില്ല, നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ തന്നെ അതെല്ലാം കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ബോഡി കെവിൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ
ബോഡി കെവിൻ മറവ് ചെയ്തെന്നാണ് പറഞ്ഞത്. അത് എവിടെയാണെന്ന് നന്ദന അറിയുമെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്ക് അറിയില്ല സാറേ. ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് നീ ഇതിലൊന്നും ഇടപെടണ്ട, എല്ലാ കാര്യവും ഞാൻ വേണ്ടതുപോലെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നീട് ഋഷിയുടെ ബോഡി എവിടെയോ കുഴിച്ചിട്ടേന്ന് നന്ദൻ കെവിനോട് ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, പക്ഷേ കെവിൻ അതിന് വ്യക്തമായ മറുപടി ഒന്നും പറഞ്ഞില്ല അങ്കിളെന്ന് പറയണു. ഇത് കേട്ടതും ഈ ഹരിയേട്ടനാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട്. ഇതിലെന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്ന് ഹരിയേട്ടന് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് സിദ്ധാർത്ഥം വരുന്നുണ്ട്. സിദ്ധാർത്ഥം വന്നതും ഹരിയേട്ടൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഹരിയേട്ടനോട് ചോദിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നന്ദനോട് ചോദിച്ചു ഹരിയേട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ശരിക്കും ഋഷി മരിച്ചു എന്ന് നന്ദൻ നേരിട്ട് കണ്ടിട്ടില്ല. കെവിൻ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. മരിച്ച ഋഷിയുടെ ബോഡി പോലും നന്ദൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഋഷി മരിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്ന്. അത് കേട്ടതും നന്ദനും പ്രഭാവതിയും സിദ്ധാർത്ഥനും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഈ ഹരിയേട്ടൻ്റെ ഇടപെടലിൽ ഋഷി മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യങ്ങളെല്ലാവരും അറിയാൻ പോകുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.